ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഞാൻ പുതിയ ലൈവ് വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ജന്മനാടായ അമ്പലപ്പുഴയിലാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കച്ചേരിമുക്ക്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കച്ചേരിമുക്കിൽ കൂടിയാണ് നാഷണൽ ഹൈവേ NH-47 കടന്നു പോകുന്നത്. എൻ്റെ അച്ഛൻ M. വിശ്വംഭരൻ, കൊല ചെയ്യപ്പെട്ട എൻ്റെ അച്ഛൻ M. വിശ്വംഭരൻ ഉപജീവന മാർഗത്തിനു വേണ്ടി കൊല ചെയ്യപ്പെട്ട എൻ്റെ അച്ഛൻ M. വിശ്വംഭരൻ ഉപജീവന മാർഗത്തിനു വേണ്ടി 1957 12 വയസ്സിൽ റെൻ്റ് കൺട്രോൾ ആക്ട് അനുസരിച്ച് M. വിശ്വംഭരൻ സ്റ്റേഷനറി കച്ചേരിമുക്ക് അമ്പലപ്പുഴ എന്ന സ്ഥാപനം തുടങ്ങിയത്. അച്ഛൻ ചെറുപ്പത്തിൽ കച്ചവടം തുടങ്ങാൻ കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മാധവൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും, മൂത്ത സഹോദരനെയും 2 സഹോദരിമാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, കുടുംബം സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ അച്ഛൻ M. വിശ്വംഭരൻ സ്റ്റേഷൻ കട തുടങ്ങിയത്. അപ്പോൾ റെൻ്റ് കൺട്രോൾ ആക്ട് അനുസരിച്ചാണ് അച്ഛൻ കട വാടകയ്ക്കെടുത്ത് കച്ചവടം തുടങ്ങിയത്. 1957 12 വയസ്സിൽ എൻ്റെ അച്ഛൻ M. വിശ്വംഭരൻ സ്റ്റേഷൻ കട 1957 തുടങ്ങിയത്. അന്ന് അപ്പം കട ഏകദേശം ഈ ഭാഗത്തായിട്ടായിരുന്നു അച്ഛൻ കട. അന്ന് ഇവിടെ അമ്പലപ്പുഴ കച്ചേരിമുക്കിൽ ബിൽഡിംഗ് എന്ന് പറയാൻ ഈ ഒരു ഏതാനും കടമുറികൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ NH-47 ഈ M. വിശ്വംഭരൻ സ്റ്റേഷൻ കടയുടെ മുൻവശത്തുകൂടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ M. വിശ്വംഭരൻ സ്റ്റേഷൻ കട തൊട്ട് മുൻവശമായിരുന്നു KSRTC ബസ് സ്റ്റേഷൻ. M. വിശ്വംഭരൻ സ്റ്റേഷൻ കടയുടെ മുൻവശം NH-47, അതിന് പടിഞ്ഞാറ് വശം KSRTC, അമ്പലപ്പുഴയിലെ ആദ്യത്തെ KSRTC ബസ് സ്റ്റേഷൻ. അതിന് KSRTC ബസ് സ്റ്റേഷന് മുൻവശം ഒരു എലഞ്ഞി മരമുണ്ടായിരുന്നു, എലഞ്ഞി മരം. അപ്പം നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എലഞ്ഞി മരം വെട്ടിക്കളഞ്ഞു, KSRTC ബസ് സ്റ്റേഷൻ പൊളിച്ചും കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ആ പഴയ അമ്പലപ്പുഴയിലെ ആദ്യത്തെ NH-47 വീണ്ടും പുനഃസ്ഥാപിച്ച്. ഇതാണ് അമ്പലപ്പുഴയിലെ ആദ്യത്തെ NH-47, ഇതാണ്. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ്റെ കടയുടെ മുൻവശത്തൂടാണ്, M. വിശ്വംഭരൻ സ്റ്റേഷനുകളുടെ മുൻവശത്തൂടാണ് പ്രസിദ്ധമായ അമ്പലപ്പുഴ ആറാട്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ആറാട്ട് ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഭഗവാൻ ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. പോയതിനു ശേഷം തിരിച്ച് പറ സ്വീകരിച്ചുകൊണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകുന്നു. M. വിശ്വംഭരൻ സ്റ്റേഷൻ കടയുടെ മുൻവശത്തൂടാണ് NH-47 വന്ന് ടെമ്പിൾ റോഡ് കയറി ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കട M. വിശ്വംഭരൻ സ്റ്റേഷൻ കടയിൽ നിന്നും അന്ന് ഭഗവാന് പറ സമർപ്പിക്കുമായിരുന്നു. ഈ 57കളിൽ അന്ന് കേരളത്തിൽ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ M. വിശ്വംഭരൻ സ്റ്റേഷൻ കടയിൽ അന്ന് 25 BSA സൈക്കിൾ, M. വിശ്വംഭരൻ സ്റ്റേഷൻ കടയിൽ അന്ന് 25 BSA സൈക്കിൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഏകദേശം കട നിന്നിരുന്ന ഈ ഭാഗത്തായിരുന്നു കട. M. വിശ്വംഭരൻ സ്റ്റേഷൻ കട ഈ ഭാഗത്തായിരുന്നു. അന്ന് ബിൽഡിംഗ് എന്ന് പറയാൻ ഈ ഒരു ബിൽഡിങ്ങേ ഉള്ളായിരുന്നു. KSRTC ബസ് സ്റ്റേഷൻ ഇവിടെ ആയിരുന്നു. ഈ റോഡിന് പടിഞ്ഞാറ് വശമായിരുന്നു. അവിടെ എലഞ്ഞിമരം ഉണ്ടായിരുന്നു, KSRTC ബസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു.
റോഡിന് വീതി കൂട്ടിയപ്പോൾ പൊളിച്ച് കളഞ്ഞ് ഇലഞ്ഞി മരം വെട്ടിയും കളഞ്ഞു. ഈ കാണുന്ന റോഡാണ് ടെമ്പിൾ റോഡ്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം റോഡ്. ഇവിടെ നിന്നാണ് NH-47 പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ റോഡ് അന്ന് എൻ്റെ അച്ഛൻ വിശംബരം സ്റ്റേഷൻ കടയിലോട്ട് വരുന്നത്, എൻ്റെ അച്ഛൻ കടയിലോട്ട് വരുന്നത് അന്ന് സൈക്കിള് ചവിട്ടി പുതുമന ഇല്ലം വരെ പോകാൻ പറ്റത്തുള്ളൂ. ഈ ടെമ്പിൾ റോഡ് നേരെ പോകുന്നതിനിടയ്ക്കാണ് പുതുമന ഇല്ലം. അവിടെ വരെ അന്ന് സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റുകയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് കാടായിരുന്നു, ഭയങ്കര കാടായിരുന്നു. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ അമ്പലപ്പുഴ, എൻ്റെ ജന്മനാളിൽ പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട്. ഇതാണ് ടെമ്പിൾ റോഡ്. അപ്പോൾ ഭഗവാന്റെ പ്രസിദ്ധമായ അമ്പലപ്പുഴ ആറാട്ട് കടന്നു വന്ന് ടെമ്പിൾ റോഡിൽ നിന്ന് കടന്നു വന്ന് നേരെ NH-47 കൂടെ കടന്ന് ഏറനാകുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഇതിലെയാണ്, ഈ റോഡാണ്. അപ്പം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. എൻ്റെ അച്ഛൻ വിശംബരൻ ഉപജീവന മാർഗത്തിന് വേണ്ടി 1957 12 വയസ്സിൽ ഇവിടെ കച്ചവടം തുടങ്ങി. അമ്മയെയും സഹോദരിമാരെയും മൂത്ത സഹോദരനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ അച്ഛൻ 1957 12 വയസ്സിൽ വിശംബരൻ സ്റ്റേഷനിൽ കട അമ്പലപ്പുഴ കച്ചേരി വീട്ടിൽ NH-47 സമീപവും KSRTC അന്നത്തെ ആദ്യത്തെ അമ്പലപ്പുഴയിലെ KSRTC ബസ് സ്റ്റേഷൻ മുൻവശത്തും ഉപജീവന മാർഗത്തിന് വേണ്ടി വിശംബരൻ സ്റ്റേഷനിൽ കട തുടങ്ങേണ്ടി വന്നു. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. അമ്പലപ്പുഴ ആറാട്ട് കടന്നു പോകുന്ന NH-47 വിശംബരൻ സ്റ്റേഷൻ കടയുടെ മുൻവശം NH-47. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ.